മാഷെ ട്രംപ് പറഞ്ഞു അവരൊക്കെ വെച്ചിരിക്കുന്നു വെടി എന്ന വെക്കട വെടി എന്ന് പറയുന്ന പോലെ റെഡിയാക്കി വെച്ചോ നമ്മുടെ ആണവായുധവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് കാരണമായത് പൊസൈഡൻ എന്ന് പേരിട്ടിരിക്കുന്ന സമുദ്രാന്തര ഡ്രോൺ റഷ്യ പരീക്ഷിച്ചിട്ടുണ്ട്. സമുദ്രാന്തര ഡ്രോൺ ആണ്. മാത്രമല്ല ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആണവ ശേഷിയുള്ള ബ്യൂറേവെസ്നിക് എന്ന് പറയുന്ന ക്രൂയിസ് മിസൈലും റഷ്യ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു പരീക്ഷണം കഴിഞ്ഞപ്പോൾ ട്രംപ് ഒന്ന് കസേരയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. രണ്ടാമതും വകവയ്ക്കാതെ റഷ്യ പരീക്ഷിച്ചു. ഇതോടുകൂടി റെഡിയാക്കി വെച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ രസകരമായി ഇങ്ങനെ പറയുമെങ്കിലും ഇത് വളരെ ആശങ്കയാണ്. കാരണം യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ലോകത്ത് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുദ്ധമാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായപ്പോൾ പോലും നമ്മളത് കണ്ടതാണ്. നമ്മുടെ ഇത് പിന്നെ 4 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ബാക്കി 2 യുദ്ധങ്ങൾ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുണ്ട്. ഇതിനിടയിൽ മറ്റു പലരുമായിട്ടുള്ള യുദ്ധം ഉണ്ടാകുന്നുണ്ട്. അഫ്ഗാനും ഒക്കെ ഇതിലേക്ക് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ഇതിനെ നിരീക്ഷിക്കുമ്പോൾ ഇത് എവിടെ ചെന്ന് എത്തും? ഇത് യുദ്ധമില്ലാത്തൊരു നാളെ എന്ന് പറയുന്നത് ഉണ്ടാകില്ലേ? ഈ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം പൊതുവെ യുദ്ധത്തിൽ നിന്ന് വിമുഖമായ ഒരു ലോകമാണ് രൂപപ്പെട്ടു വന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാഗസാക്കിയും ഹിരോഷിമയും സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ തന്നെയാണ്. അവിടെ അണുബോംബ് വിസ്ഫോടനം നടത്തിയത് അമേരിക്കയാണ്. അമേരിക്ക അങ്ങനെ അണുബോംബ് വിസ്ഫോടനം നടത്തിയതിൻ്റെ ഫലമായിട്ട് ഈ അണുബോംബ് പൊട്ടിയാൽ ലോകത്തിന് എന്ത് സംഭവിക്കും എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് ഈ നാഗസാക്കിയിലായാലും ഹിരോഷിമയിലായാലും 1 ലക്ഷത്തിൽ എനിക്കൊന്ന് 1,40,40,000 ആളുകളാണ് പെട്ടെന്ന് കത്തിച്ചാമ്പലായിപ്പോയി. ആണവായുധത്തിൻ്റെ വലിയ പ്രഹരശേഷി അതാണ്. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ നിരവധി വർഷങ്ങളോളം അതിൻ്റെ റേഡിയേഷൻസിൻ്റെ എഫക്റ്റ് നിലനിൽക്കും. പല മനുഷ്യരും നിരവധി വർഷങ്ങളിങ്ങനെ ദുരിതമനുഭവിച്ച് ജീവിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ലോകം പതുക്കെ യുദ്ധം വേണ്ട എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പിന്നീട് അങ്ങനെ വലിയ യുദ്ധങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ലോകശക്തികൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റിക്കില്ല. ഇരിക്കപ്പുറതില്ല ഇവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെ ഒരു അവസാനം വരുന്നത് സോവിയറ്റ് റഷ്യയുടെ ഒരു തകർച്ചയോടുകൂടിയാണ്. ശരി, അതോടുകൂടി ഈ ഇരുധ്രുവ ലോകം എന്ന് പറയുന്ന ഒരു സംഭവം, ബൈപ്പോളാർ വേൾഡ് എന്ന് പറയുന്നത് അസ്തമിച്ചു പോയി. അപ്പോൾ സോവിയറ്റ് റഷ്യ ഒന്നുമില്ല, പിന്നെ അമേരിക്ക മാത്രമേ ഉള്ളൂ. അങ്ങനെ യുദ്ധമില്ലാത്തൊരു കാലം കുറേ കാലത്തൊക്കെ പോയി. ആ കാലത്താണ് ഈ മാർക്കറ്റിംഗ് മേഖലയിൽ എന്നുവെച്ചാൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ വിവിധ രാഷ്ട്രങ്ങളിൽ കൊണ്ടുപോയി വിറ്റ് പണമുണ്ടാക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് ചരക്കുകളുടെ സഞ്ചാരത്തിന് വേഗത വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ലോകത്ത് നിലവിൽ വരികയും ചെയ്യും. അപ്പോൾ അത് വന്ന സമയത്ത് പല രാഷ്ട്രങ്ങളിലെ അംഗമാകാനായിട്ട് മടിച്ചു നിന്നിരുന്നു, ചൈന പോലും. പക്ഷെ കുറേ കഴിഞ്ഞ് മനസ്സിലായാലും അംഗമായില്ലെങ്കിൽ ഈ ലോക വ്യാപാരത്തിൽ പങ്കാളികളാകാൻ പറ്റില്ല എന്ന് കരുതി എല്ലാവരും അതിനകത്ത് അംഗമായി. ആ പ്രക്രിയ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പിന്നീട് ലോകം പെട്ടെന്ന് തെന്നി മാറുന്നതെന്ന് വെച്ചാൽ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഒരു നിയമവും ഇപ്പോൾ ആരും പാലിക്കുന്നില്ല. അത് ആദ്യം തന്നെ പൊളിച്ച് ട്രംപാണ്. ട്രംപ് അത് പൊളിച്ചു. അമേരിക്കയുടെ ഒരു ശിശുവാണ് ശരിക്കും പറഞ്ഞ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. പക്ഷേ അതിനെ പൊളിക്കുന്ന അമേരിക്ക തന്നെയാണ്. കാരണം കാലം മാറിയപ്പോൾ അതൊക്കെ വേറെ രീതിയിലാക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ ഈ ചുങ്കയുദ്ധത്തിൻ്റെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു വിഷയം അത് തന്നെ. ഇതിനിടയിൽ നുഴഞ്ഞു കയറി വരുന്ന ഒന്നാണ് യുദ്ധം. ആ യുദ്ധമാണ് നേരത്തെ പ്രജിത സൂചിപ്പിച്ചതുപോലെ പലസ്തീനും ഇസ്രായേൽ പലസ്തീൻ ആക്രമിക്കുന്ന സംഭവം. അതോടൊപ്പം തന്നെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ളതായിട്ടുള്ള ദീർഘകാലമായ യുദ്ധം. പിന്നെ പാകിസ്ഥാനും അതുപോലെ ഇന്ത്യയും തമ്മിൽ ഉള്ള യുദ്ധം. അത് കഴിഞ്ഞിപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങളുടെ ഒരു നിര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഈ സോവിയറ്റ് റഷ്യയുടെ പുതുരൂപമായിട്ട് റഷ്യ വീണ്ടും ശക്തി പ്രാപിച്ചു. ഈ സോവിയറ്റ് യൂണിയൻ ഛിന്നഭിന്നമായതിനു ശേഷം പിന്നീട് റഷ്യയാണ് അതിൽ നിന്ന് അതിൻ്റെ എല്ലാ ശേഷിയും സമാഹരിച്ച് ലോകത്തിൻ്റെ വലിയ ശക്തിയായിട്ട് ഉയർന്നത്. ഇപ്പോൾ അതങ്ങനെ ആയി. അങ്ങനെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ
പുടിൻ എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയുടെ നേതൃത്വത്തിൽ അത് ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആയുധങ്ങൾ ഒരുപാട് അവർ നിർമ്മിക്കുന്നു, പുതിയ പുതിയ ആയുധങ്ങൾ അവരുണ്ടാക്കുന്നു. ആ പുതിയ പുതിയ ആയുധങ്ങളുടെ പരീക്ഷണങ്ങൾ നടക്കും. ആ പരീക്ഷണമാണ് ഒന്ന് പുതിയ ക്രൂയിസ് മിസൈൽ, ആണവ തലയുള്ള ക്രൂയിസ് മിസൈലാണ്. അതിൻ്റെ പ്രഹരശേഷി എന്ന് പറഞ്ഞാൽ അസാധാരണമാണ് എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് എന്താണ് ആ സമുദ്രത്തിനകത്ത് സഞ്ചരിക്കുന്നതായിട്ടുള്ള ഡ്രോണുകളുടെ പരീക്ഷണം. ഇതൊക്കെ റഷ്യ പുതിയ ഒരു സാധനം എന്ന നിലയ്ക്ക് പുതിയ സാധനങ്ങളാണല്ലേ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അത് മറ്റു രാഷ്ട്രങ്ങൾക്കെല്ലാം വലിയ ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞങ്ങളും ആയുധങ്ങളൊക്കെ പരിഷ്കരിച്ചു, പുത്തനാക്കി. എൻ്റെ ആദ്യ കാലത്ത് തന്നെ ഇതെല്ലാം ചെയ്തിരുന്നു, പുറത്തൊന്നും പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ഈ ആയുധങ്ങളൊക്കെ ചീത്തയാണെന്ന് എനിക്കറിയാം, വെറുപ്പുണ്ടാക്കുന്ന സാധനങ്ങളാണെന്ന് എനിക്കറിയാം. പക്ഷെ നിവൃത്തിയില്ല. ഇവന്മാരൊക്കെ ഇത് ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ അനങ്ങണ്ടിരുന്ന അവൻ നമ്മുടെ തലയിൽ കയറും. അപ്പം അത് വേണ്ട. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാഷ്ട്രം ഇപ്പോഴും അമേരിക്ക തന്നെയാണ്. രണ്ടാമത് റഷ്യ ഉണ്ട്, കുറച്ചും കൂടി താഴെ ചൈനയുണ്ട്. പക്ഷെ 5 വർഷത്തിനുള്ളിൽ ചൈന റഷ്യക്കൊപ്പവും അതുപോലെ അമേരിക്കക്കൊപ്പവും വരുമെന്നാണ് ട്രംപ് പറയുന്നത്. അത് ഉണ്ടാക്കാൻ പോകുന്ന മാരകമായ ഫലത്തെ തടയാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കാനും അതിൻ്റെ സഖ്യശക്തികളുടെ സംഖ്യ വർദ്ധിപ്പിക്കാനും ഒക്കെ തീരുമാനിക്കുന്നത് എനിക്ക് തോന്നുന്നു. എന്തായാലും പഴയതുപോലെ ഇങ്ങനെ ആരുടെയും കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല പുതിയ ലോകം. ഇതിനിടയിൽ ചൈന അമേരിക്കയുമായിട്ട് ടൈപ്പിലാവുന്നുണ്ട്. ടിക്ടോക്ക് ചർച്ചയൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പറയുമ്പോൾ ഉള്ളില് ഈർഷ്യത ഉണ്ടായെങ്കിലും ഇവനെ ഇപ്പൊ കൂട്ടുപിടിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു ചിന്ത അവിടെ അമേരിക്കയ്ക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ചൈനയ്ക്കാണെങ്കിൽ നമ്മളോടാണ് ശത്രുത. കാരണം ഈ ചൈന നോക്കുന്ന കാര്യം തന്നെയാണ് ഇന്ത്യയും ഭാവിയിലേക്ക് നോക്കുന്നത്, അതായത് ഒന്നാമത് എത്തുക എന്നുള്ളതാണ്. അപ്പൊ മത്സരം റഷ്യക്കും അമേരിക്കയ്ക്കും എതിരെ ചൈനയും ഇന്ത്യയും തമ്മിലാണ്. അപ്പൊ ഇതിൽ കൂട്ടത്തിൽ ഒരാളെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ വഴി എളുപ്പമായി മാറുകയും ചെയ്യില്ലേ മാഷെ? അങ്ങനെ എളുപ്പത്തിൽ ആരെയും വെട്ടാൻ പറ്റില്ല ഇതിൻ്റെ അത്. കാരണം ലോകത്ത് എന്നും ഒന്നാം ശക്തിയായിട്ട് നിൽക്കുന്നത് അമേരിക്ക തന്നെയാണ്. അങ്ങനെ അമേരിക്കയ്ക്ക് നിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് നിരന്തരമായി അവർ ഓരോ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണത്തിൻ്റെയും അതേപോലെ അവരുടെ ഒരു ഭൗതികമായിട്ടുള്ള സമ്പത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ അമേരിക്ക ഇപ്പൊ തകർന്നു കഴിഞ്ഞില്ല. അമേരിക്ക ഈ അടുത്ത കാലങ്ങളിൽ നടത്തിയ ചില പ്രക്രിയ അല്ലെങ്കിൽ വിക്രിയ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ശേഷിയെ തകർത്തിരിക്കുന്നു എന്ന് ലോകം മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ അവരുടെ സെക്രട്ടേറിയറ്റ് അടച്ചുപൂട്ടിയ സ്ഥിതിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഒക്കെ മോശമായ കാര്യങ്ങളാണെങ്കിലും അതൊന്നും കാര്യമായി ബാധിക്കുന്നില്ല അല്ലെങ്കിൽ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസമാണ് ട്രംപ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അമേരിക്ക അങ്ങനെ താഴേക്ക് പോകും എന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല. അപ്പം അമേരിക്ക ഉണ്ടാവും, അതിനൊപ്പം റഷ്യ ഉണ്ടാവും, ചൈന ഉണ്ടാവും. ഇന്ത്യക്കും വേണമെങ്കിൽ ഇന്ത്യയുടെ റിസോഴ്സസ് എല്ലാവരും പുഷ്ടിപ്പെടുത്തി കഴിഞ്ഞാൽ കുറേ കൂടി മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അപ്പം ഈ തർക്കങ്ങളൊക്കെ എപ്പോഴും നിലനിൽക്കും. ആ തർക്കങ്ങൾ നിലനിൽക്കുന്ന സമയത്തും ഈ രാഷ്ട്രങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള വഴികളുണ്ടാവും. കാരണം ഇവർ നിരന്തരമായിട്ടുള്ള ഒരുതരം പരീക്ഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ വിഷയങ്ങളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.